നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഞെട്ടിച്ച ഇടമലയാർ ആനവേട്ട കേസ് വെബ് സീരീസിലൂടെ വീണ്ടും ചർച്ചയാകുമ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങൾ പിന്നെയും അവശേഷിക്കുകയാണ്. ആനക്കൊമ്പ് ഇടപാടുകളിലെ പ്രധാന കണ്ണി കൊൽക്കത്ത തങ്കച്ചി എന്ന തിരുവനന്തപുരം സ്വദേശി സിന്ധു എവിടെ പോയി? ഭർത്താവും മകളും റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലായതിനു പിന്നാലെ കീഴടങ്ങാൻ കൊൽക്കത്തയിൽ നിന്നും കൊച്ചിയിലെത്തുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാവുകയും ചെയ്ത തങ്കച്ചി പിന്നീട് എങ്ങോട്ട് പോയി? 5 വർഷത്തിന് ശേഷവും ഉത്തരം കിട്ടാത്ത അവശേഷിക്കുന്ന ചോദ്യമാണിത്. ആനക്കൊമ്പുകൾ കൊൽക്കത്ത വഴി നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്കും അവിടെ നിന്നും ജപ്പാനിലേക്കും ചൈനയിലേക്കും കൊണ്ടുപോകുന്ന പ്രധാന കണ്ണികളെ കുറിച്ചുള്ള അന്വേഷണവും ഇതോടെ നിലച്ചു. തങ്കച്ചിയുടെ മകൻ അജീഷ് തിരുവനന്തപുരത്ത് വനം വകുപ്പിന്റെയും ഭർത്താവ് സുധീഷ് ചന്ദ്രബാബു, മകൾ അമിതയും ആനക്കൊമ്പുമായി റവന്യൂ ഇന്റലിജൻസിന്റെയും പിടിയിലായതിനു ശേഷവും ഉന്നതങ്ങളിലേക്കുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. ഭർത്താവും മകളും അറസ്റ്റിലായതിനെ തുടർന്ന് കൊൽക്കത്ത കോടതിയിൽ 2019 മാർച്ച് 27 ഹാജരായ തങ്കച്ചി ജാമ്യമെടുത്തു. വനം വകുപ്പ് ലൈസൻസ് ഓഫീസർ കൂടിയായ അസിസ്റ്റന്റ് കൺസർവേറ്റർ മനു സത്യൻ, തുണ്ടം റേഞ്ച് ഓഫീസർ സിജോ സാമുവൽ, കാലടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരയ്യ ബഷീർ എന്നിവർ പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാനായി കൊൽക്കത്തയിൽ എത്തിയിരുന്നു. എന്നാൽ രേഖകളിലെ വ്യക്തതക്കുറവ് മൂലം കോടതി ജാമ്യം അനുവദിച്ചു. കോടതിയിൽ നിന്നും ഇറങ്ങിയ തങ്കച്ചിയുടെ ആഭരണങ്ങളും മറ്റും അഭിഭാഷകർ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലേക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ഭിന്നശേഷിക്കാരിയായ മറ്റൊരു മകളെയും കൂട്ടി കൊച്ചിയിലേക്ക് എത്തി. പിറ്റേന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപാകെ തങ്കച്ചിയെ ഹാജരാക്കി. എന്നാൽ കൊൽക്കത്തയിലെ ഉയർന്ന കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയതിനാൽ തനിക്കൊന്നും ചെയ്യാനാകില്ല എന്നും വ്യക്തമാക്കി. ജാമ്യ കാലാവധി തീരുന്ന ഏപ്രിൽ 20 എത്തിയാൽ മതിയെന്നും നിർദ്ദേശിച്ചു. ഇതോടെ അടുത്ത ദിവസം എത്താമെന്ന് ചട്ടം കെട്ടി ഉദ്യോഗസ്ഥർ അവരെ പോകാൻ അനുവദിച്ചു. അവസരം മുതലാക്കിയ പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. പിന്നീട് ഒരു വിവരവും എന്നും ലഭിച്ചിട്ടില്ല. ഫോൺ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഓച്ചിറ ഭാഗത്തുണ്ടെന്ന വിവരം കിട്ടിയെങ്കിലും ആരും അതിന് പിന്നാലെ പോയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കൊൽക്കത്തയിലേക്ക് കുടിയേറിയ തങ്കച്ചിയുടെ കുടുംബം പരമ്പരാഗതമായി ആനക്കൊമ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നവരാണ്. 1986 ശേഷം ഈ വ്യാപാരം നിരോധിച്ചതോടെ രഹസ്യ ഇടപാടുകൾ തുടർന്നു. കേരളത്തിൽ നിന്നും 100 കണക്കിന് ആനക്കൊമ്പുകൾ ലഭിച്ചെന്നും അവ ശില്പങ്ങളാക്കി കടത്തിയെന്നും തങ്കച്ചി ആദ്യം ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചിരുന്നു. ഉന്നത ഇടപാടുകളിലേക്ക് വെളിച്ചം വീശേണ്ട ആ അന്വേഷണം പൊടുന്നതിന് അവസാനിച്ചതും കേസ് ഏറ്റെടുക്കാൻ CBI വിസമ്മതിച്ചതും ദുരൂഹമായി ഇന്നും തുടരുകയാണ്.